கிருஷ்ண பரமாத்மாவோட நட்சத்திரமா. ஆண்டவா முருகா, ரொம்ப பிரமாதமான நட்சத்திரம். பச்சங்கிளி, உங்க பிள்ளைய சொல்லி அம்மாவுக்கு ரொம்ப கவலையா இருக்குது. அது உங்க முகம் சொல்லுது. ஆண்டவா முருகா, ஆனா இப்போ உங்க பிள்ளையோட நேரம் ரொம்ப மோசமானது என்று இந்த சீட்டை சொல்லுதம்மா. பங்குனி, சித்திரை, வைகாசி, ஆனி, ஆடி, ஆவணி இருந்து ஏற்றமா. இந்த 5 மாச காலம் ரொம்ப மோசமானது. உண்மையை சொன்னா உங்க மனசு கஷ்டப்படக்கூடாதம்மா. சொல்லட்டுமா? ஒரு கொலைகாரனாக மாறதுக்கு ஒரு சந்தர்ப்பம் இந்த சீட்டில் தெரிகின்றது. നേരാണോ? പക്ഷിശാസ്ത്രം ഉണ്മയാനത്. കിളി പോയി ചൊല്ലാതമ്മ. ആരെയാ കൊല്ലുന്നത്? അപ്പുവേട്ടനെ ആയിരിക്കും. இந்த 5 மாசத்துக்கு அப்புறம் உங்க பிள்ளை இந்த ஊருக்கே பெரியவனாயிடுவான். ஆளுகள் தரையிலே வைக்க மாட்டா, எல்லாரும் தேடிட்டே வருவா, എന്നിട്ട് தூக்கிட்டே நடப்பா. പ്രധാനമന്ത്രി ആവോ? யாரம்மா இந்த பையன்? കഷ്ടാല മാറാൻ പ്രതിവിധി ഒന്നുമില്ലേ? இருக்குதம்மா. முதல்ல அம்மாவுக்கு மனசுக்கேத்த தட்சணை ஏதாவது வையுங்கோ. ഞാനേ അപ്പൊ കുട്ടനെ തട്ടുമെന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞു. രണ്ടാളും ഒരിടത്തുനിന്ന് കൊലപാതകം ഉണ്ടാവുന്ന പറഞ്ഞത്. അശോകേട്ടനെ നാട് കടത്താനുള്ള പരിപാടിയാ. അതിന് അവനെ നാട് കടത്തിയ പോരെ? ശരിയാ. അശോകേട്ടൻ പോയാ പിന്നെ മത്സരത്തിന്റെ രസവും പോയ തന്നെ. നീ പേടിക്കാതിരടാ വിക്രു, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. रिमोट चलाए सूर्य ग्रहण बंदा गाड़ी बलि जना सकता ही त्यो मंदा गाड़ी चुकाए लावण पर तारा रक्षक आवने छा. रोहिणी नक्षत्र को सूर्योदय पेला रक्षक जन्मिन छा. अशोकन रोहिणी नक्षत्रम. ഇതാണ് മമ്മൂട്ടി വടക്കൻ വീരയാതെ അത് കാണിച്ചത്. വടക്കൻ. തെക്കൻ കാണിക്കേ. ഇത് തെക്കൻ. ഇനിയിപ്പ എന്താ ചെയ്യാ? ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയെ കാണുന്നുള്ളൂ. വിസ വരുന്നവരെ നിർത്താൻ പറ്റില്ല. പൂജാരി അത് തന്നെയല്ലേ പറഞ്ഞത്? 10-15 വർഷമായിട്ട് ഒരടുപ്പവും കാണിക്കാതിരുന്നിട്ട് ഒരാവശ്യം വന്നപ്പോൾ കുട്ടിയുടെ സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ തറവാട്ടി കേറ്റാതിരുന്നത് നമ്മളാരും അല്ലല്ലോ, അച്ഛനല്ലേ. നമ്മളോടൊന്നും അവൻ ഒരു പരിഭവം ഇല്ല. അശോകനെ കുറച്ചുനാൾ അവിടെ നിർത്തണമെന്ന് പറഞ്ഞ കുട്ടികൃഷ്ണനെ അത് സന്തോഷായിരിക്കും. ഗൾഫിൽ പോവാൻ പറഞ്ഞിട്ട് കേൾക്കാത്തവൻ നേപ്പാളിൽ പോവാൻ പറഞ്ഞാ പോവോ? അതിന് വഴിയുണ്ട്. എങ്ങോട്ട് പോന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പൂട്ടിനെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പൂട്ടിനെ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവന് മാറ്റി നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ? നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്തിനാ രമേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. മനസ്സിലത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ മോനെ? അപ്പൂട്ടാ, അപ്പൂട്ടിനോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാര് തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? അയ്യോ ഏട്ടാ, കുട്ടിമാമയുടെ മോളെ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ ചെറുപ്പത്തില് മുത്തച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് വന്നപ്പോ. ഇപ്പൊ നല്ല ശേലാത്ര കാണാൻ. ആര് പറഞ്ഞു? അമ്മ. അതിന് അമ്മ ഇപ്പൊ അടുത്ത കാലത്തൊന്നും അവളെ കണ്ടിട്ടില്ലല്ലോ. അല്ല, നേപ്പാളിന്ന് വന്ന ആരോ പറഞ്ഞതാത്രേ. അത്ര സുന്ദരി അവനൊന്നും വഴിയില്ല. അമ്മായി നേപ്പാളിയല്ലേ, മൂക്കൊക്കെ ചപ്പി ഒരുമാതിരി ഇരിക്കും. അയ്യോ അല്ല,
അശ്വതി ചേച്ചിക്ക് മുത്തശ്ശിയുടെ ചായയാ. ഏട്ടൻ അങ്ങോട്ടല്ലേ പോണത്? അപ്പൊ അശ്വതി ചേച്ചിയെ കാണാലോ. അതിനാര് പോകുന്നു നേപ്പാളിലേക്ക്? ഞാനെങ്ങും പോകുന്നില്ല. പോന്നില്ലെങ്കിൽ വേണ്ട, എന്റെ ഏട്ടത്തിയുമായിട്ട് വരണ്ടതാ. ഏട്ടന് ഇഷ്ടമില്ലെങ്കിൽ വല്ല ഗൂർക്കയും കെട്ടിക്കൊണ്ട് പോകും. നീ പൊടി അവിടുന്ന്. വേണ്ടെങ്കിൽ വേണ്ട. അത്ര സുന്ദരിയായിരിക്കോ? അങ്ങനെയാണെങ്കിൽ ഗൂർഖകൾ കെട്ടേണ്ട കാര്യമല്ലല്ലോ ഞാനിവിടെ ഉള്ളപ്പോ.